എല്ലാവർക്കും എലമെന്റ്സ് വെൽക്കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് RCM എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെക്കുറിച്ചാണ്. നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്ന വീഡിയോ RCM എന്ന് പറയുന്ന കമ്പനിയിൽ വരുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമായിരിക്കും നമ്മുടെ ഒരു വീഡിയോസിലൂടെ പറയുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അവരുടെ തന്നെ ഒരു ഉൽപ്പന്നമായിട്ടുള്ള ഒരു ചവനപ്രാഷ് കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നമായിട്ടുള്ള സഞ്ജീവനി പ്രാഷ് അവലേഹ് എന്ന ഉൽപ്പന്നത്തെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ RCM എന്ന കമ്പനി 2000-ലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും, ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ആരോഗ്യ പരിരക്ഷ, വ്യക്തിഗത പരിചരണം, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ മേഖലകളിലും കൈകടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് RCM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യത്തെ ഉൽപ്പന്നം സഞ്ജീവനി പ്രാഷ് അവലേഹാണ്. നമ്മൾ മറ്റുള്ള കമ്പനികളെ സൂചിപ്പിച്ച പോലെ തന്നെ ചവനപ്രാഷ് കാറ്റഗറി വരുന്നൊരു ഉൽപ്പന്നമാണ് ഈ പറഞ്ഞ സഞ്ജീവനി പ്രാഷ് അവലേഹ് എന്ന് പറയുന്നത്. ഏകദേശം 40-ലധികം അപൂർവമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു സഞ്ജീവനി പ്രാഷ് അവലേഹ് എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യ പരിരക്ഷ കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി കൂടുതലിന് വേണ്ടിയിട്ടാണ് ഈ നമുക്കൊരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടും വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40ഓളം ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെല്ലിക്ക, അതുപോലെ തന്നെ ശതാവരിയുണ്ട്, ഏലക്കയുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളിൽ വരുന്നുണ്ട്. അതായത് നെയ്യുണ്ട്, അതുപോലെ തന്നെ തേൻ, പഞ്ചസാര, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും നെല്ലിക്ക വൈറ്റമിൻ സിയുടെ ഒരു സമ്പന്നമായിട്ടൊരു ഉറവിടമാണിത്. അതുപോലെ തന്നെ ശരീര ശുദ്ധീകരണം നടത്തുകയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സഫേദ് മുസ്ലിം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധ കുറയ്ക്കുകയും ചെയ്യുന്നു. ആർത്രൈറ്റിസ് മൂലമുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ആളുകൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഗോശുരുവാണ്. വാദം, പിത്തം, കഫം എന്നിവയുടെ സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ മൂക്കിനും ചെവിക്കുമുള്ള രക്തസ്രാവം തടയാനും ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റാണ് ഗോശുരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പരിചിതമായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് ശതാവരി. ചുമ, ശ്വാസകോശ പ്രശ്നങ്ങൾ, വനിതകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് പോലുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിഹാരമാണ് ശതാവരിയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് തേനും അശ്വഗന്ധയും. അതായത് ശരീരത്തിന് ആകെയുള്ളൊരു ഉന്മേഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഊർജ്ജസ്വലത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേനും അശ്വഗന്ധയും എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ 40 പ്രകൃതിദത്ത ചേരുവകളുടെ ഒരു സമ്മിശ്രമായിട്ടൊരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ നെല്ലിക്ക, ശതാവരി, സഫേദ് മുസ്ലി, ഗോശുരു, അശ്വഗന്ധ, തേൻ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മികച്ചൊരു ഉൽപ്പന്നമാണിത്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ജലദോഷം, തൊണ്ടവേദന പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു. ദഹനത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, ആമാശ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഉൽപ്പന്നമാണിത്. ശ്വാസകോശ പ്രശ്നങ്ങളൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, തലവേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സഹായകമാകുന്ന ഒരു ഉൽപ്പന്നമാണിത്. ഇതിൻ്റെ ഉപയോഗ രീതി നോക്കുകയാണെങ്കിൽ ദിവസം 2 തവണ 1 സ്പൂൺ സഞ്ജീവനി പ്രാഷ് അവലേഹ് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഇത് കഴിക്കാവുന്നതാണ്. ഇതിന് മറ്റ് എന്തൊക്കെയാണ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമല്ല. ഞാൻ വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നിങ്ങളെങ്കിൽ ഡീറ്റെയിൽസ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ഉൽപ്പന്നത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ, എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻറ്റ് സഹായിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉൽപ്പന്നവുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.